ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 6ലെ വസന്ത് പാഠ്യപുസ്തകത്തിലെ ലോക് ഗീത് എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ സമ്മറിയും നൽകിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ മീനിങ്സും. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. लोक गीत. लोकगीत अपनी लोच, ताजगी और लोकप्रियता में शास्त्रीय संगीत से ഭിന്ന है. ലോക്ഗീത്ത് അതായത് ഫോക്ക് സോങ്സ്, അതിൻ്റെ ആ ലോച്ച്, താസ്ഗി, ലോക്പ്രിയത, അതായത് ലോച്ച് എന്ന് പറഞ്ഞാൽ ലച്ചീലാപ്പൻ, അതിൻ്റെ ആ വഴക്കം ഏത് രീതിയിലുള്ളതുമാക്കി അതിനെ മാറ്റാൻ പറ്റും. അതായത് അതിൻ്റെ എന്താണ് ലച്ചീലാപ്പൻ, ലോച്ച്, താസ്ഗി അതിൻ്റെ ഉണർവ്, പിന്നെ ലോകപ്രിയത ജനപ്രിയത, അതൊക്കെ വെച്ചിട്ട് ശാസ്ത്രീയ സംഗീതത്തിൽ നിന്നും അത് വളരെയധികം ഭിന്നമാണ്, അത് വളരെയധികം വ്യത്യസ്തമാണ് ഈ എല്ലാ കാര്യങ്ങളിലും വെച്ചിട്ട്. അതായത് ലോച്ച്, താസ്ഗി ഓർ ലോകപ്രിയത, അതിൻ്റെ ആ വഴക്കവും പിന്നെന്താണ് ഉണർവും പിന്നെ ജനപ്രിയതയും നോക്കുകയാണെങ്കിൽ ശാസ്ത്രീയ സംഗീതത്തിൽ നിന്നും വളരെയധികം ഭിന്നമാണ് ഈ ഫോക്ക് സോങ്സ്. ലോക്ഗീത് സീധേ ജനതാക്കെ സംഗീത് ഹെ. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ജനങ്ങളുടെ തന്നെ സംഗീതമാണ്. ഘർ, ഗാവ് ഓർ നഗർ കി ജനതാക്കെ ഗീത് ഹേ യേ. അപ്പോൾ ഈ വീടുകളിലെയും ഗ്രാമങ്ങളിലെയും പിന്നെന്താണ് നഗരങ്ങളിലെയും ഒക്കെ ജനങ്ങളുടെ തന്നെ പാട്ടാണ് ഈ നാടോടി പാട്ടുകൾ. ഇൻകെ ലിയേ സാധന കി ജറൂരത്ത് നഹീ ഹോത്തി. അപ്പോൾ സാധന അതായത് പ്രാക്ടീസ് ചെയ്യുക. ശാസ്ത്രീയ സംഗീതത്തിൽ അതിരാവിലെ എണീറ്റിട്ട് സാധന ചെയ്യാറുണ്ട്, അതായത് എന്താണ് പറയുക, അതിനെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യം ഇതിനില്ല, ഫോക്ക് സോങ്സിന് അതിൻ്റെ ആവശ്യം ഇല്ല. त्योहारों और विशेष अवसरों पर ये गाए जाते हैं. അപ്പോൾ ഉത്സവങ്ങളിലും പിന്നെന്താണ് വിശേഷ അവസരങ്ങൾ, എന്തെങ്കിലുമൊക്കെ വിശേഷ അവസരങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഈ പാട്ട് പാടാറുണ്ട്. സദാ സേ ये गाए जाते रहे हैं और इनके रचने वाले भी अधिकतर गांव के लोग ही हैं. അപ്പോൾ ഇത് സാധാരണയായിട്ട് പണ്ട് തൊട്ടേ പാടാറുള്ള പാട്ടാണ്, പണ്ടുകാലത്തെ ആളുകൾ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് ഈ നാടോടി പാട്ടുകൾ. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഇത് ഇൻകെ രചനെ വാലേ ബി അധിക്തർ ഗാവ് മേ ഹി ഹെ. അപ്പോൾ ഗാവ് കെ ലോഗ് ഹി ഹെ, അതായത് ഇത് രചിക്കുന്നതും ഗ്രാമപ്രദേശങ്ങളിലുള്ള ജനങ്ങൾ തന്നെയാണ് ഇതിനെ രചിക്കുന്നത്. അതായത് ജനങ്ങളുടെ തന്നെ പാട്ടാണ് ഈ ലോക് ഗീത്, അതായത് ഫോക്ക് സോങ്സ്. സ്ത്രീയും ने भी इनकी रचना में विशेष भाग लिया है. അപ്പോൾ സ്ത്രീകളും അവരുടേതായിട്ടുള്ള പങ്ക് ഇതിന് വഹിക്കുന്നുണ്ട്, അതായത് അവരും സ്ത്രീകളും ഇങ്ങനെയുള്ള പാട്ടുകൾ രചിക്കുന്നുണ്ട്. സ്ത്രീയോं ने भी इनकी रचना में विशेष भाग लिया है. ये गीत बाजों की मदद से बिना ही या साधारण ढोलक, झांझ, करताल, बांसुरी आदि की मदद से गाए जाते हैं. അപ്പോൾ ഇത് ഒരു ഇൻസ്ട്രുമെൻ്റ്, അതായത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, വാദ്യോപകരണങ്ങൾ ഇല്ലാതെ തന്നെ വായിക്കാൻ സാധിക്കും ഈ പാട്ട്. എങ്കിൽ പോലും എന്താണ് സാധാരണയായിട്ട് എന്താണ് ഉപയോഗിക്കാറ്, ഢോലക്, ഝാഞ്ച്, കർത്താൽ, പിന്നെ ബാസുരി അങ്ങനെയുള്ള വാദ്യോപകരണങ്ങൾ ഇതിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് ഢോലക് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലൊരു ഡ്രം അല്ലേ, ഈ മൃദംഗത്തെ പോലെ പക്ഷെ കുറച്ച് തടിച്ചിരിക്കുന്ന ഒരു മൃദംഗം ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഢോലക്, ഡ്രം. പിന്നെ ഝാഞ്ച് എന്ന് പറഞ്ഞാൽ കൈത്താളങ്ങൾ, അതായത് ഈ മെറ്റൽ കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഈ രണ്ട് കൈകളിലും വെച്ചിട്ട് ഇങ്ങനെ കൊട്ടുക താളത്തിനായിട്ട് അല്ലേ, ഝാഞ്ച്. പിന്നെ കർത്താൽ എന്ന് പറഞ്ഞാൽ അതും അതുപോലെ കൈകളിൽ വെച്ചിട്ട് ഞങ്ങൾ എന്താണ് താളത്തിന് വേണ്ടിയിട്ട് കൊട്ടുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഈ രാജസ്ഥാനിലൊക്കെ അവർ പാട്ട് പാടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ബാസുരി, ഫ്ലൂട്ട് അല്ല, ഓടക്കുഴൽ, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഫോക്ക് സോങ്സ് പാടാറുള്ളത്. ഫോക്ക് സോങ്സിന് ഉപയോഗിക്കുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇതൊക്കെ. एक समय था जब शास्त्रीय संगीत के सामने इनको हे समझा जाता था. അപ്പോൾ ഒരു സമയമുണ്ടായിരുന്നു, ആ സമയത്ത് ആ പണ്ട് കാലത്ത് ഒരു ടൈമിൽ എന്താണ് ശാസ്ത്രീയ സംഗീതത്തിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ മുന്നിൽ എന്താണ് ഫോക്ക് സോങ്സിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല, അതൊരു തുച്ഛമായിട്ടാണ് കാണാറുണ്ടായിരുന്നത്. ഹേ എന്ന് പറഞ്ഞാൽ ഹീൻ അല്ലെങ്കിൽ തുച്ഛ്, അപ്പോൾ അതിന് അത്ര വില കൊടുത്തിരുന്നില്ല ആളുകൾ. समझा जाता था अभी हे समझा जाता था अभी हाल तक इनकी बड़ी उपेक्षा की जाती थी. ഈടെ വരെ അതിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല, ഇതുവരെ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്ന പാട്ടുകളാണ് ഈ ഫോക്ക് സോങ്സ്. अभी हाल तक അതായത് ഈടെ ആയിട്ട് വരെ. पर इधर साधारण जनता की और जो लोगों की नज़र फिरी है तो साहित्य और कला के क्षेत्र में भी
പരിവർത്തൻ ഹുവാ ഹെ. ഇപ്പോൾ സാധാരണ ആളുകളെപ്പറ്റി മറ്റുള്ളവർ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ, അതായത് ഈ ശാസ്ത്രീയ സംഗീതം എന്ന് പറയുന്നത് പണ്ട് എന്താണ് ഉയർന്ന തലത്തിലുള്ള ആളുകളുടെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ആ രീതിയിലാണ് എടുത്തുകൊണ്ടിരുന്നത്. ഫോക്ക് സോങ്സ് അതുകൊണ്ടാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ സാധാരണ ആളുകളെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയതോടെ ഈ സാധാരണ ആളുകളുടെ സാഹിത്യത്തെയും പിന്നെ കലകളിലുള്ള കലാക്ഷേത്രത്തെയും ഒക്കെ അതിലൊക്കെ ആളുകൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അതായത് അതിൽ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി, ആളുകൾ അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ ആളുകളുടെ സാഹിത്യത്തെയും സാധാരണ ജനങ്ങളുടെ സാഹിത്യത്തെയും ഗാനങ്ങളെയും ഒക്കെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. अनेक लोगों ने विविध बोलियों के लोक साहित्य और लोक गीतों के संग्रह पर कमर बंधी है और इस प्रकार के अनेक संग्रह अब तक प्रकाशित भी हो गए हैं. അതിനുശേഷം അനേക് ലോഗോനെ വിവിധ ബോലിയോംക്കെ, അതായത് വിവിധ ഭാഷകളിൽ ഉള്ള ഈ ലോക് സാഹിത്യ ഓർ ലോക് ഗീത്, അതായത് നാടോടി കഥകളും നാടോടി പാട്ടുകളുടെയൊക്കെ സമാഹാരം അവർ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതായത് കമർ ബന്ധിയ എന്ന് പറഞ്ഞാൽ തയ്യാറായിട്ട് നിൽക്കുക, തയ്യാറെടുത്ത് വെക്കുക, തയ്യാർ ചെയ്ത് വെക്കുക. അപ്പോൾ ഓർ ഇസ് പ്രകാർക്കെ അനേക് സംഗ്രഹ, അങ്ങനെയുള്ള കുറേ സമാഹാരങ്ങൾ, അതായത് ഈ നാടോടി കഥകളും നാടോടി ഗാനങ്ങളുടെയൊക്കെ സമാഹാരം അബ് തക് പ്രകാശിത് ബി ഹോ ഗയേ ഹൈ. പ്രകാശിത് എന്ന് പറഞ്ഞാൽ പബ്ലിഷും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ നാടോടി കഥകളുടെയും നാടോടി ഗാനങ്ങളുടെയും ഒക്കെ കുറേ സമാഹാരം, അതായത് കുറേ കളക്ഷൻസ് തന്നെ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. लोक गीतों के कई प्रकार हैं. इनका एक प्रकार तो बड़ा ही ओजस्वी और सजीव है. അപ്പോൾ ഈ ലോക് ഗീതങ്ങളിൽ, അതായത് ഈ ഫോക്ക് സോങ്സ് വിവിധ തരത്തിലുള്ളതുണ്ട്. विविध प्रकार के, अदायद कई प्रकार के हैं. അപ്പോൾ इनका एक प्रकार तो बड़ा ही ओजस्वी और सजीव है. അത് ഒരു തരത്തിലുള്ള ഫോക്ക് സോങ് എങ്ങനെയുള്ളതാണ്? ഓജസ്വിയും പിന്നെ സജീവുമാണ്. ഓജസ്വി എന്ന് പറഞ്ഞാൽ നല്ല തേജസ് ഉള്ളതും പിന്നെ ജീവൻ നൽകുന്നതുമായിട്ടുള്ള പാട്ടുകളാണ്. ഇസ് ദേശ് കെ ആദിവാസിയോം കാ സംഗീത് ഹെ. അപ്പോൾ ഈ പ്രദേശത്തുള്ള ആദിവാസികളുടെ സംഗീതമാണത്. മധ്യപ്രദേശ്, ദക്കൻ, ഛോട്ടാ നാഗ്പൂർ മേ ഗോണ്ട് ഖാണ്ട്. അപ്പോൾ മധ്യപ്രദേശ്, പിന്നെ ഛോട്ടാ നാഗ്പൂർ, ദക്കൻ, ഗോണ്ട് ഖാണ്ട്, പിന്നെന്താണ് ഓറാവ്, മുണ്ട, ഭീൽ, संथाल आदि फैले हुए हैं जिनमें आज भी जीवन नियमों की जकड़ में बंध न सका और निर्द्वंद लहराता है. അതായത് ഈ സ്ഥലങ്ങളിലൊക്കെ ആണ് ഈ ആദിവാസികളുടെ ഈ പാട്ട്, അതായത് ലോക്ഗീത് കേൾക്കാൻ സാധിക്കുന്നത്. ആ പാട്ടുകളിലും ആ ആളുകളുടെ ഇടയിലും ആ നിയമമില്ല, അതായത് ജീവൻ നിയമവും ജീവിതത്തിൽ ഞങ്ങളുടെ ഇടയിലുള്ള ആ നിയമങ്ങളൊന്നും അവർക്ക് ബാധകമല്ല. അതായത് ജഗഡ് മേ ബന്ധ് ന സക, അവരതിനെ വശീകരിക്കപ്പെട്ടിട്ടില്ല. ഓർ നിർദ്വന്ദ് ലഹറാത്തായ, അത് അവർ ഫ്രീ ആയിട്ടാണ് അത് പാടുന്നത്. നിർദ്വന്ദ്, അതായത് അവരെ എതിർക്കാനായിട്ട് അവിടെ ആരുമില്ല. നിർദ്വന്ദ് ലഹറാത്തായ, ആ പാട്ടുകളിൽ അത് കാണാം. അതായത് അവർ ഫ്രീ ആയിട്ടാണ് ആ പാട്ട് പാടുന്നത്. അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ആ പാട്ടിനെ പാടുകയാണ്. ഇൻകെ ഗീത് ഓർ നാച്ച് അധികതർ സാത്ത് സാത്ത് ഓർ ബഡേ ബഡേ ദലോ മേ ഗായേ ഓർ നാച്ചേ ജാത്തെ ഹെ. ഈ പാട്ടുകൾ, അതായത് ഈ ഫോക്ക് സോങ്സ്, ഇവരുടെ ഇടയിലുള്ള ഈ ആദിവാസികളുടെ ഇടയിലുള്ള ഈ പാട്ട് ഓർ നാച്ച്, ഈ പാട്ടുകളും പിന്നെ ഡാൻസും അല്ലേ, നാടോടി നൃത്യം, അതും അധികതർ സാത്ത് സാത്ത്, എല്ലാവരും ഒരുമിച്ചാണത് ചെയ്യാറ്. ഓർ ബഡേ ബഡേ ദലോമേ, വലിയ ഗ്രൂപ്പിലുമൊക്കെയാണ് ഈ നൃത്തങ്ങൾ അവർ ആടാറ്, അതായത് നൃത്തവും പാട്ടുമൊക്കെ പാടാറ്. 20-20-30-30 ആദ്മിയോം ഓർ औरतों के दल एक साथ या एक दूसरे के जवाब में गाते हैं, ദിശായേം ഗൂഞ്ച് ഉठती हैं. അപ്പോൾ 20-30 ആളുകൾ, അതായത് പുരുഷന്മാരും സ്ത്രീകളും അങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് നിന്നിട്ട് അവർ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നു. പിന്നെ അതിൻ്റെ ഉത്തരമായിട്ട് ഇങ്ങനെ പാടി നൽകുകയാണ് അവർ ചെയ്യുക. അതായത് ഒരു പുരുഷന്മാരുടെ ഒരു ഗ്രൂപ്പ് എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ സ്ത്രീകളുടെ ഗ്രൂപ്പ് അതിന് ഉത്തരം നൽകുക. അത് പാട്ടിലൂടെ നൃത്തത്തിലൂടെയും അവർ ചുവടുവെക്കുക. അപ്പോൾ അങ്ങനെയാണ് ഈ ആദിവാസികൾ ഈ
ഗാനവും നൃത്തവും ആടുന്നത്. അപ്പോൾ ദിശായും ഗൂഞ്ചുട്ടി हैं. അപ്പോൾ അവരുടെ ആ ശബ്ദവും ആ ശബ്ദങ്ങളും കൊണ്ട് ആ ദിശകളൊക്കെ ഇങ്ങനെ മുഴങ്ങുന്നുണ്ടാവും. पहाड़ियों के अपने अपने गीत हैं, उनके अपने अपने भिन्न रूप होते हुए भी अशास्त्रीय होने के कारण उनमें अपनी एक समान भूमि है. അപ്പോൾ ഈ പഹാടി ഏരിയ, അതായത് മലയോര പ്രദേശങ്ങളിൽ അവരുടേതായിട്ടുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ രൂപം വ്യത്യസ്തമാണെങ്കിൽ, അത് വെവ്വേറെ രൂപത്തിലാണ് ആ പാട്ടുകളുള്ളത് എങ്കിലും അശാസ്ത്രീയ ഹോനയ്ക്ക് കാരണം, അതായത് അതിന് റൂൾസും റെഗുലേഷനൊന്നുമില്ല, ഏത് രീതിയിലാണ് പാടേണ്ടതെന്നൊന്നുമില്ല, അവരവരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി ജനങ്ങൾ തന്നെ രചിച്ചെടുക്കുന്ന പാട്ടുകളാണ്. അപ്പോൾ അശാസ്ത്രീയ ഹോനയ്ക്ക് കാരണം ഉന്മേ അപ്നി ഏക് സമാൻ ഭൂമി, അത് അതിൻ്റെ വ്യത്യസ്തമാണെങ്കിൽ പോലും അതിലൊരു യൂണിറ്റി കാണാൻ സാധിക്കും. സമാൻ ഭൂമി ഹെ. ഗഡ്വാൽ, കിന്നൗർ, കാങ്കട ആദി के अपने अपने गीत और उन्हें गाने के अपनी अपनी विधियाം है. അപ്പോൾ ഈ അതായത് ആദ്യം ഞങ്ങൾ പറഞ്ഞു മധ്യപ്രദേശിലെ ആദിവാസികളുടെ പാട്ടുകളെ പറ്റിയായിരുന്നു. ഇപ്പോൾ പറയുന്നത് മലയോര പ്രദേശങ്ങളിൽ പഹാടി ഏരിയയിൽ പാടുന്ന നാടോടി പാട്ടുകളെ പറ്റിയാണ്. അപ്പോൾ ഈ ഗഡ്വാൽ, കിന്നൗർ, കാങ്കട ഈ മലയോര പ്രദേശങ്ങളിലുള്ള പാട്ടുകൾ അത് അപ്നെ അപ്നെ ഗീത് और उन्हें गाने के अपनी अपनी विधियाം है. അവരവരുടേതായിട്ടുള്ള പാട്ടുകൾ അവർ രചിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ വിധി, ആ പാടുന്ന ഒരു രീതിയുമുണ്ട്, അതും വ്യത്യസ്തമാണ്. അപ്പോൾ ഉൻക അലഗ് നാം ഹി പഹാടി പട് ഗയാ ഹെ. അപ്പോൾ ഈ മലയോര പ്രദേശങ്ങളിലുള്ള, അതായത് ഈ ഗഡ്വാൽ, കിന്നൗർ, കാങ്കട അവിടെ രചിക്കുന്ന ഈ പാട്ടുകൾ, അതായത് ഈ നാടോടി പാട്ടുകൾക്ക് പഹാടി എന്ന് തന്നെ പേര് നൽകിയിട്ടുണ്ട്. വാസ്തവിക് ലോക്ഗീത് ദേശ് കെ ഗാവോം ഓർ ദേഹാത്തോ മേ ഹെ. അപ്പോൾ ശരിയായി പറയുകയാണെങ്കിൽ ഈ ലോക്ഗീത്, ഫോക്ക് സോങ്സ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ നാട്ടിൻപുറങ്ങളിൽ, അതായത് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലുമാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇൻകാ സംബന്ധ് ദേഹാത്ത് കി ജനതാസെ ഹെ. ഇവരുടെ സംബന്ധം ദേഹാത്ത്, അതായത് നാട്ടിൻപുറങ്ങളിലെ ജനങ്ങളുമായിട്ടാണ്. അതായത് നാട്ടിൻപുറങ്ങളിൽ നിന്നുമാണ് ഇത് ഉത്ഭവിച്ചത് എന്ന് തന്നെ പറയാം. ബടി ജാൻ ഹോത്തി ഹെ ഇൻമേ. വളരെയധികം എനർജറ്റിക് ആയിരിക്കും, ജീവൻ തന്നെ നൽകുന്ന ജീവൻ കിട്ടുന്ന തരത്തിലുള്ള, അതായത് നല്ല ജീവനുള്ള പാട്ടുകളായിരിക്കും, നല്ല എനർജറ്റിക് ആയിട്ടുള്ള പാട്ടുകളായിരിക്കും ഇത്. ചൈത്ത, കജരി, ബാരഹമാസ, സാവൻ आदि मिर्ज़ापुर, बनारस और उत्तर प्रदेश के अन्य पूर्वी और बिहार के पश्चिमी जिलों में गाए जाते हैं. അപ്പോൾ ഈ ചൈത്ത, കജരി, ബാരഹമാസ, സാവൻ ഈ പാട്ടുകൾ മിർസാപൂറിലും ബനാറസ് ഓർ ഉത്തർപ്രദേശിൻ്റെ പൂർബി ഓർ ബിഹാർ കെ പശ്ചിമി ജില്ല, അതായത് ഉത്തർപ്രദേശിൻ്റെ കിഴക്ക് ദിശകളിലും ബീഹാറിൻ്റെ പടിഞ്ഞാറൻ ദിശകളിലുള്ള ജില്ലകളിലുമൊക്കെയാണ് ഈ പാട്ടുകൾ കേൾക്കാൻ സാധിക്കുക. അതായത് ചൈത്ത, കജരി, ബാരഹമാസ, സാവൻ ഇതൊക്കെ. ബാവുൽ ഓർ ഭത്തിയാലി ബംഗാൾ കെ ലോക് ഗീത് ഹെ. ബാവുലും ഭത്തിയാലിയും ബംഗാളിൻ്റെ ഫോക്ക് സോങ്സ് ആണ്. പഞ്ചാബിൽ മാഹിയ എന്ന ഫോക്ക് സോങ്, മാഹിയ. പിന്നെ हीर रांझा, सोहनी महिवाल संबंधी गीत पंजाबी में और ढोला मारो आदि के गीत राजस्थानी में बड़े चाव से गाए जाते हैं. അപ്പോൾ हीर रांझയുടെയും സോഹിനി മഹിവാലിൻ്റെയും പാട്ടുകൾ പഞ്ചാബിലും പിന്നെ ഢോല മാറുവിൻ്റെ പാട്ടുകൾ രാജസ്ഥാനിലുമാണ് വളരെയധികം ഉത്സാഹത്തോടെ പാടാറുള്ളത്. അതായത് അവിടുത്തെ ആളുകൾക്ക് ഈ പാട്ടുകൾ കേൾക്കുന്നതിന് വളരെയധികം ഉത്സാഹമാണ് കേൾക്കാനായിട്ട്. അപ്പോൾ हीर रांझा, सोहनी महिवाल संबंधी गीत പഞ്ചാബിലും ढोला मारो आदि के गीत രാജസ്ഥാനിലും बड़े चाव से गाते हैं, ഉത്സാഹത്തോടെ പാടുന്നു. इन देहाती गीतों के रचयिता कोरी कल्पना को इतना मान न देकर अपने गीतों के विषय रोज़मर्रा के बहते जीवन से लेते हैं, जिससे वे सीधे मर्म को छू लेते हैं. അപ്പോൾ ഈ ദേഹാത്തി ഗീത്ത്, അതായത് ഈ നാടോടി പാട്ടുകൾ രചിക്കുന്നവർ വെറും ഫാൻറ്റസി, അതായത് കോരി കൽപ്പന, സാധാരണ രീതിയിലുള്ള കൽപ്പനകളല്ല, അതായത് സങ്കല്പങ്ങൾ എടുക്കാതെ, അതായത് ഫാൻറ്റസീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, ഇത്ന മാൻ ന ദേക്കർ, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അപ്നെ ഗീതോം കെ വിഷയ്, അവരുടെ പാട്ടുകളുടെ വിഷയം അവർ സാധാരണ അവരുടെ ജീവിതത്തിൽ, അതായത് ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളെ തന്നെയാണ് അവർ ആ പാട്ടുകളിൽ ഉൾപ്പെടുത്താറ്. അതായത് റോസ്മറാക്കെ ബെഹത്തെ ജീവൻ സെ ലേത്തെ, അവരുടെ ആ ജീവിതത്തിൻ്റെ ആ ഒഴുക്ക് അത് തന്നെയാണ് അവർ വിഷയമായിട്ട് എടുക്കാറ്. ആ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളെ തന്നെയാണ് അതിൻ്റെ ഒരു വിഷയമായിട്ട് അവരെടുക്കാറ്. അവർ ഫാൻറ്റസീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല, സങ്കല്പങ്ങളെ.
जिससे वे सीधे मर्म को छू लेते हैं. അങ്ങനെ അവർ ജീവിതത്തിൻ്റെ തന്നെ, അതായത് ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ തന്നെയാണ് വിഷയമായിട്ട് എടുക്കാറുള്ളത് കൊണ്ട് അത് എന്താണ്, സീധെ മർമ്മ കോ ഛൂ ലേത്തെ, അതായത് അത് ഹൃദയസ്പർശിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഉൻകെ രാഗ് ഭി സാധാരണതഃ പീലു, സാരംഗ്, ദുർഗ, സാവൻ, സോറട്ട് ആദി हैं. അതിൻ്റെ രാഗങ്ങൾ, അതായത് ഈ നാടോടി പാട്ടുകളിൽ ഉപയോഗിക്കുന്ന രാഗങ്ങൾ പീലു, സാരംഗ്, ദുർഗ, സാവൻ, സോറട്ട് ഇതൊക്കെയാണ്. കെഹ്റവ, ബിർഹ, ധോബിയ आदि देहात में बहुत गाए जाते हैं और बड़ी भीड़ ആകർഷിത് करते हैं. അപ്പോൾ ഈ കെഹ്റവ, ബിർഹ, ധോബിയ ഈ നാടോടി പാട്ടുകൾ ദേഹാത്ത്, അതായത് എന്താണ്, നാട്ടിൻപുറങ്ങളിൽ കൂടുതലായിട്ട് കേൾക്കപ്പെടുന്ന പാട്ടുകളാണ്. ഗായേ ജാത്തെ, പാടാറുണ്ട്. ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ പാടുന്ന പാട്ടുകളാണ് ഇത്. കെഹ്റവ, ബിർഹ, എന്താണ്, ധോബിയ ഇതൊക്കെ. ഓർ ബഡി ഭീഡ്, അതായത് ആളുകളുടെ കൂട്ടം തന്നെയാണ് അവിടെ ഉണ്ടാവുക. അതായത് ബഡി ഭീഡ് ആകർഷിത് കർത്തേ ഹെ, അപ്പോൾ ആളുകളൊക്കെ കൂടി നിന്ന് കേൾക്കുന്ന പാട്ടുകളാണ്, നാട്ടിൻപുറത്തെ പാട്ടുകളാണ് ഇതൊക്കെ. കെഹ്റവ, ബിർഹ, ധോബിയ. इनकी भाषा के संबंध में कहा जा चुका है कि ये सभी लोकगीत गाँवों और इलाकों की बोलियों में गाए जाते हैं. അപ്പോൾ ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്, ഈ എന്താണ് ഫോക്ക് സോങ്സ് എല്ലാം ആ ഗ്രാമങ്ങളിലെയും ആ ഏരിയയിലുള്ള ആളുകൾ സംസാരിക്കുന്ന ഭാഷയിൽ തന്നെയാണ് രചിക്കാറുള്ളത്, ആ ഭാഷയിൽ തന്നെയാണ് പാടാറുള്ളത്. ഇസി കാരൺ യെ ബഡേ ആഹ്ലാദ്കാർ ഓർ ആനന്ദദായക് ഹോത്തെ ഹെ. അതേ കാരണം കൊണ്ട് തന്നെ, അതായത് ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഈ പാട്ടുകളുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പാട്ടുകൾ വളരെയധികം ആഹ്ലാദം നൽകുന്നതായിരിക്കും. അതായത് ആഹ്ലാദ്കാർ ഓർ ആനന്ദദായക്, ആനന്ദം എന്താണ്, സന്തോഷം നൽകുന്ന തരത്തിലുള്ള പാട്ടുകളായിരിക്കും അത്. राग तो इन गीतों के आकर्षक होते ही हैं. इनकी समझी जा सकने वाली भाषा भी इनकी सफलता का कारण है. രാഗം, അതിൻ്റെ രാഗം വളരെ ഭംഗിയുള്ളത് തന്നെയാണ്, അതായത് ആകർഷണീയം തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ ആ അറിയപ്പെടുന്ന, അതായത് അവർക്ക് അറിയുന്ന ഭാഷയിൽ തന്നെയാണ് ഈ പാട്ട് പാടുന്നതും. അതുമാത്രമല്ല അവരുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന സംഭവം തന്നെയാണ് അതിന് വിഷയമായിട്ട് എടുക്കാറ്. അപ്പോൾ ആ സ്ഥിരമായിട്ട് കേൾക്കുന്ന അവരുടെ ആ ഭാഷയിൽ തന്നെയാണ് ഈ പാട്ട് ഉള്ളത് കൊണ്ട് തന്നെ കാരണത്താൽ എന്താണ് അതിൻ്റെ സഫലതയ്ക്കുള്ള, അതായത് അതിൻ്റെ സക്സസ്സും അത് തന്നെയാണ്. ഈ പാട്ടുകളുടെ ഈ പാട്ടുകൾ സക്സസ് ആവാനുള്ള കാരണവും അത് തന്നെയാണ്. भोजपुरी में करीब 30-40 वर्षों से विदेशिया का प्रचार हुआ है. അപ്പോൾ ഭോജ്പുരിയിൽ ഏകദേശം 30-40 വർഷങ്ങളോളം ഈ വിദേശിയ എന്നതാണ് കൂടുതൽ പ്രചരിച്ചിരിക്കുന്നത്. വിദേശിയ എന്ന് പറഞ്ഞാൽ നാട്ടിൻപുറത്തെ ഒരു പാട്ടാണ്, ഫോക്ക് സോങ്. ഈ ഭോജ്പുരിയിലുള്ള फोक सॉन्ग ആണ് വിദേശിയ. गाने वालों के अनेक समूह इन्हें गाते हुए देहात में फिरते हैं. അപ്പോൾ ഈ പാട്ട് പാടുന്നവരുടെ ഒരു സമൂഹം തന്നെ, ഒരു ഗ്രൂപ്പായിട്ടാണ് അവർ പാടാറ്. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പായി അവർ എവിടെയാണ്, നാട്ടിൻപുറങ്ങളിലോട്ട് പോയിട്ട് ഇങ്ങനെ അവിടെ കറങ്ങി നടന്നാണ് ഈ പാട്ട് പാടാറ്. उधर के जिलों में विशेषकर बिहार में विदेशिया से बढ़कर दूसरे गाने लोकप्रिय नहीं हैं. അപ്പോൾ അവിടുത്തെ ജില്ലകളിൽ, അവിടെ അടുത്തുള്ള ബിഹാർ ജില്ലയിലൊക്കെ വിശേഷിച്ച് ഈ വിദേശിയ എന്ന ഫോക്ക് സോങ് തന്നെയാണ് കൂടുതൽ ജനപ്രീതി ആർജിച്ചിരിക്കുന്നത്. अब इन गीतों में अधिकतर रसिक प्रियों और प्रियाओं की बात रहती है. परदेसी प्रेमी की और इनसे करुणा और വിരഹ का रस बरसता है. അപ്പോൾ പ്രേമികളുടെ, അതായത് രസിക് പ്രിയന്മാരും പ്രിയകളും അവരുടെയും, പിന്നെ പർദേശി എന്ന് പറഞ്ഞാൽ എന്താണ് വിദേശങ്ങളിൽ താമസിക്കുന്ന പ്രേമിയുടെയും, അതായത് വിരഹ ദുഃഖം, അവരെ വിട്ടു നിൽക്കുന്നതിൻ്റെ ആ വിഷമം, പിന്നെ അതിൻ്റെയൊക്കെ വിരഹ ദുഃഖത്തിൻ്റെയൊക്കെ രസങ്ങൾ അടങ്ങിയിട്ടുള്ള പാട്ടാണ് ഈ വിദേശിയ എന്നത്. जंगल की जातियों आदि के भी दल गीत होते हैं जो अधिकतर बिरहा आदि में गाए जाते हैं. അപ്പോൾ ജംഗൽ കി ജാതിയോം, ഈ കാട്ടിനുള്ളിൽ താമസിക്കുന്നവരുടെ അവിടെ ഉള്ള ജാതി, അതായത് അവിടെയുള്ള ആളുകളുടെ എന്താണ് ആ ഒരു ഗ്രൂപ്പ്, അവരും ഗ്രൂപ്പായിട്ടാണ് പാടാറ്. ദൽ ഗീത് എന്ന് പറയും അതിന്. ദൽ ഗീത് ഹോത്തെ ഹെ ജോ അധികതർ ബിർഹ ആദി മേ ഗായെ ജാത്തെ ഹെ. ബിർഹ എന്ന രാഗത്തിൽ അല്ലെങ്കിൽ ബിർഹ എന്നതിലാണ് അവർ പാടാറുള്ളത്. पुरुष एक और स्त्रियां दूसरी ओर एक दूसरे के जवाब के रूप में दल बांध कर गाते हैं और दिशाएं गुंजा देती हैं. അപ്പോൾ പുരുഷ് एक और,
അപ്പോൾ പുരുഷന്മാരൊക്കെ ഒരു വശത്തും സ്ത്രീയാം ദൂസരി ഓർ, മറ്റേ വശത്ത് സ്ത്രീകളും ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഏക് ദൂസരയ്ക്ക് ജവാബ് കെ റൂപ് മേ, രണ്ടുപേരും അതായത് ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ചോദ്യം ചോദിക്കും, മറ്റേ ഗ്രൂപ്പ് സ്ത്രീകളുടെ ഗ്രൂപ്പ് ഇങ്ങനെ ആൻസർ പറയും, പിന്നെ അവർ ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ ആ രീതിയിൽ പാട്ടിലൂടെ അവരിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരങ്ങൾ നൽകിയും, അതായത് ജവാബ് കെ റൂപ് മേ ദൽ ബാന്ധ് കർ ഗാത്തെ ഹെ. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് അവർ പാടുന്നു. ഓർ ദിശായെ ഗുഞ്ചാ ദേത്തെ ഹെ, അങ്ങനെ 4 ദിശകളിലും, അതായത് ദിശകളിൽ ഇവരുടെ ഈ പാട്ട് എപ്പോഴും അവിടെ മുഴങ്ങുന്നതായിട്ട് കേൾക്കാം. पर इधर कुछ काल से इस प्रकार के दलीय गायन का ह्रास हुआ है. അപ്പോൾ ഈയിടെയായിട്ട് ഈ ദലീയ പാട്ടുകളും എന്താണ് വിരളമാണ് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ബീഹാർ ജില്ലയിലൊക്കെ വിദേശിയാണ് പാടാറുള്ളത്. അതായത് വിരഹ ദുഃഖത്തിൽ, അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയവരുടെ, അതായത് പ്രേമികളുടെ എന്താണ് വിരഹ ദുഃഖവും പിന്നെ കരുണ ഓർ വിരഹ കാ രസ് ബരസ്ത, ആ പാട്ടിൽ എന്താണ് വിദേശിയ എന്ന പാട്ടുകളിൽ വിരഹദുഃഖവും കരുണയും ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഈ ജംഗൽ, അതായത് കാട്ടിനുള്ളിലെ പാട്ടാണ് ദൽഗീത്. അത് ഇങ്ങനെ ഗ്രൂപ്പായിട്ട്, അതായത് പുരുഷന്മാരും സ്ത്രീകളും ഒരു വശത്ത് നിന്നിട്ട് ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരങ്ങൾ പറഞ്ഞുമുള്ള പാട്ടാണത്. അതും ഈയിടെയായിട്ട് എന്താണ് കേൾക്കുവാൻ ഈയിടെയായിട്ട് വളരെ കുറവാണ് കേൾക്കാൻ സാധിക്കുന്നത്. एक दूसरे प्रकार के बड़े लोकप्रिय गाने ആൽഹ के हैं. അപ്പോൾ വേറൊരു തരത്തിലുള്ള ജനപ്രീതി ആർജിച്ച ഒരു പാട്ടാണ് ആൽഹ. അധികതർ യെ ബുന്ദേൽഖണ്ഡി മേ ഗായെ ജാത്തെ ഹൈ. അപ്പോൾ ബുന്ദേൽഖണ്ഡി ഭാഷയിലാണ് ഇത് കൂടുതലും പാടാറുള്ളത്. അതായത് ബുന്ദേൽഖണ്ഡ്, നിങ്ങൾ ഝാൻസി കി റാണി എന്ന അധ്യായത്തിൽ കേട്ടിട്ടുണ്ട് ബുന്ദേൽഖണ്ഡ്. അപ്പോൾ ബുന്ദേൽഖണ്ഡി ബോലി അല്ലേ, അതിലാണ് ഇത് പാടാറുള്ളത്. आरंभ तो इसका चंदेल राजाओं के राजकवि जगनिक से माना जाता है, जिसने आल्हा उदल की वीरता का अपने महाकाव्य में बखान किया. അപ്പോൾ ഇത് സാധാരണയായിട്ട് എന്താണ് രാജകവി ജാഗ്നിക്കാണ്. ചന്ദേൽ രാജാക്കന്മാരുടെ രാജകവിയായിരുന്നു ജഗ്നിക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സമയം മുതൽക്കാണ് ഇത് ആരംഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ജിസ്നെ ആൽഹ ഉദൽ, രണ്ട് സഹോദരങ്ങളുടെ വീരകൃത്യങ്ങളെ പറ്റിയാണ് അദ്ദേഹം ഒരു മഹാകാവ്യം എഴുതിയിട്ടുണ്ടായിരുന്നു. മഹാകാവ്യമേ ബഖാൻ കിയ, അവരെ പറ്റി വിസ്തരിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പർ നിശ്ചയ ഹി ഉസ്കെ ഛന്ദ് को लेकर, അതിൻ്റെ ആ ഛന്ദ് അത് ഉപയോഗിച്ച് സാധാരണ ഭാഷകളുടെ ജനങ്ങളുടെ ഭാഷയിൽ തന്നെ എന്താണ് ഉസ്കെ വിഷയ്ക്കോ ദൂസരി ദേഹാത്തി കവിയോനെ ഭി, അതേ വിഷയം, അതായത് മഹാകാവ്യത്തിലെ ആ വീരകൃത്യങ്ങൾ, ആൽഹ ഉദൽ എന്ന സഹോദരങ്ങളുടെ വീരകൃത്യങ്ങളെ പറ്റി ആ മഹാകാവ്യത്തിൽ ജാഗ്നിക് എഴുതിയിട്ടുണ്ടായിരുന്നു. രാജകവി ജാഗ്നിക് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നും എന്താണ് ഈ ദേഹാത്തി കവികൾ, അതായത് നാട്ടിൻപുറങ്ങളിലെ കവികൾ അതിനെ അതേ വിഷയങ്ങൾ ഉപയോഗിച്ചിട്ട് പാട്ടുകൾ ഉണ്ടാക്കി തുടങ്ങി. അപ്നെ ഗീതോമേ ഉത്താര, ആ പാട്ടുകളിൽ അവർ പകർത്തി എടുത്തു ആ വിഷയം. വീരകൃത്യങ്ങളെ പറ്റിയുള്ള പാട്ടുകൾ എഴുതാൻ തുടങ്ങി. और ये गीत हमारे गाँवों में आज भी बहुत प्रेम से गाए जाते हैं. ഇപ്പോഴും എന്താണ് ഞങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഈ പാട്ട് വളരെയധികം ഉത്സാഹത്തോടെ സ്നേഹത്തോടെ എന്താണ് അതിനെ സ്വീകരിച്ച് പാടുന്നുണ്ട് എല്ലാവരും. ഇൻഹെ ഗാനെ വാലെ ഗാവ് ഗാവ് ഢോലക് ലിയെ ഗാത്തേ ഫിർത്തെ ഹെ. ഇത് പാടുന്നവർ അവരുടെ കയ്യിൽ എന്താണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഢോലക് ഉണ്ടാവും എപ്പോഴും. അപ്പോൾ ഢോലക് ലിയെ ഗാത്തേ ഫിർത്തെ, ആ ഢോലക്കും പിടിച്ചിട്ടാണ് ഈ പാട്ടുകൾ ഇങ്ങനെ പാടി അവർ നടക്കാറുള്ളത്. इसी की सीमा पर उन गीतों का भी स्थान है जिन्हें नट रस्सियों पर खेल करते हुए गाते हैं. അപ്പോൾ ഇതേ അതിർത്തിയിൽ, അതായത് ഇതേ പാട്ടുകളെ പോലെ തന്നെയാണ് ഈ നട്ട് റസ്സി, അതായത് ഒരു തരത്തിൽ എന്താണ് ഇങ്ങനെ കയറ് കെട്ടിയിട്ട് ആ കയറിൻ്റെ മുകളിൽ ഇങ്ങനെ കമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന, അതിൽ നൃത്തം വെക്കുന്ന ആ രീതിയിലുള്ള ആ കളിയെയാണ് നട്ട് റസ്സി എന്ന് പറയുന്നത്. വളരെ ഉയരത്തിൽ ഇങ്ങനെ കയറ് കെട്ടിയിട്ട് അതിൻ്റെ മേലെ കൂടെ നടക്കുന്നത്. നട്ട് റസ്സിയോം പർ ഖേൽ കർത്തെ ഹുവെ ഗാത്തെ, ആ സമയത്ത് ഇതുപോലത്തെ പാട്ടാണ് പാടാറുള്ളത്. അധികതർ യെ ഗദ്യ പദ്യാത്മക് ഹെ ഓർ ഇൻകെ അപ്നെ ബോൽ ഹെ. ഇത് കൂടുതലും ഗദ്യ പിന്നെ പദ്യാത്മക്, അതായത് ഗദ്യരൂപത്തിലും ഉണ്ടാവും പിന്നെ പദ്യത്തിൻ്റെ രൂപത്തിലും ഇതുണ്ടാവും. അതിന് അതിൻ്റേതായിട്ടുള്ള എന്താണ് ഭാഷ അല്ലെങ്കിൽ ബോൽ ഹെ.
അനന്ത സംഖ്യ अपने देश में സ്ത്രീയോं के गीतों की है. ഞങ്ങളുടെ രാജ്യത്ത് അനന്ത സംഖ്യ, അതായത് എണ്ണാൻ സാധിക്കാത്തത്ര പാട്ടുകളാണ് സ്ത്രീകളുടേത്. हैं तो ये गीत भी लोकगीत ही, पर अधिकतर इन्हें औरतें ही गाती हैं. ഇത് ലോക്ക്ഗീത് തന്നെയാണ്, അതായത് ഫോക്ക് സോങ്സ് തന്നെയാണ് ഇത്. പക്ഷേ എങ്കിലും അത് കൂടുതലും പാടുന്നത് സ്ത്രീകളായിരിക്കും. ഇനെ സിരജ്തി ഭി അധികതർ വഹി ഹെ. സിരജ്തി എന്ന് പറഞ്ഞാൽ രചിക്കുക, അത് രചിക്കുന്നതും സ്ത്രീകൾ തന്നെയാണ് കൂടുതലും. वैसे मर्द रचने वालों या गाने वालों की भी कमी नहीं है, पर इन गीतों का संबंध विशेषतः स्त्रियों से है. അപ്പോൾ എന്താണ്, പുരുഷന്മാരും ഉണ്ട്, അതായത് മർദ് രചനെ വാലും യാ ഗാനെ വാലും കി ബി കമി നഹി ഹെ. രചിക്കുന്നവരും പാടുന്നവരുമായിട്ടുള്ള പുരുഷന്മാരും ഉണ്ട്, അതിൽ കുറവൊന്നുമില്ല. എങ്കിൽ പോലും പർ ഇൻ ഗീത്തോं का संबंध വിശേഷത എന്താണ്, വിശേഷമായിട്ട് സ്ത്രീകൾ തന്നെയാണ് ഇത് കൂടുതലും ഈ പാട്ടുകളുമായിട്ട് ബന്ധമുള്ളത്. इस दृष्टि से भारत इस दिशा में सभी देशों से भिन्न है. ഇസ് ദൃഷ്ടിസ്, അതായത് ഈ എന്താണ് ദൃഷ്ടിയിൽ നോക്കുകയാണെങ്കിൽ ഭാരതദേശം, അതായത് ഭാരതത്തിലാണ് ഇസ് ദിശാമേ സഭി ദേശം സെ ഭിന്ന, ഈ കാര്യത്തിൽ ഭാരതം മറ്റ് ദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ക്യോंकि संसार के अन्य देशों में स्त्रियों के अपने गीत मर्दों या जनगीतों से अलग और भिन्न नहीं है, मिले जुले ही हैं. ഇപ്പോൾ സ്ത്രീകൾക്ക് അവിടെ വിശേഷപ്പെട്ടിട്ട് വിശേഷമായിട്ട് അങ്ങനെ പാട്ട് എന്നൊന്നുമില്ല. പക്ഷേ ഭാരതത്തിൽ അങ്ങനെയുണ്ട്. മറ്റ് ദേശങ്ങളിലാണെങ്കിലോ അങ്ങനെ പുരുഷന്മാരും പിന്നെന്താണ് സ്ത്രീകൾക്കുമായിട്ട് വെവ്വേറെയായിട്ട് അങ്ങനെ ഫോക്ക് സോങ്സ് ഇല്ല. അപ്പോൾ ഗീത് മർദും യാ ജനഗീത്തും സെ അലഗ് ഓർ ഭിന്ന നഹി ഹെ. ജനഗീത്തും മറ്റ് ഫോക്ക് സോങ്സുമായിട്ടൊക്കെ ഭിന്നമല്ല മറ്റ് രാജ്യങ്ങളിലെ പാട്ടുകൾ. പക്ഷേ ഇവിടെ ഭാരതത്തിൽ സ്ത്രീകൾ രചിച്ച് പാടുന്ന പാട്ടുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഭാരതദേശത്തിൽ. त्योहारों पर नदियों में नहाते समय के, नहाने जाते हुए राह के, विवाह के, मटकोड़ जोनार के, संबंधियों के, प्रेमयुक्त गाली के, जन्म आदि सभी अवसरों के अलग अलग गीत हैं जो स्त्रियां गाती हैं. അപ്പോൾ സ്ത്രീകൾ പാടുന്ന പാട്ടുകൾ, അതായത് ഓരോ അവസരങ്ങളിലുമായിട്ടാണ് ഇത് സ്ത്രീകൾ പാടാറ്. അതായത് ത്യോഹാരോ പർ നദിയോമേ നഹാത്തെ സമയത്ത്, ഈ ഉത്സവ സമയത്തൊക്കെ നദികളിൽ കുളിക്കാൻ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ അവസരങ്ങളിൽ പാടുന്ന പാട്ട്. പിന്നെ നഹാനെ ജാത്തെ ഹുവേ രാഹക്കെ, ആ നദിയിലോട്ട് പോകുന്ന വഴിക്ക് പാടുന്ന പാട്ട്. പിന്നെ വിവാഹ സമയത്ത്, പിന്നെ മട്കൂട്, അതായത് വിവാഹ തലേന്ന് എന്താണ് മണ്ണ് ഇങ്ങനെ വാരി സ്ത്രീകൾ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ മട്കൂട് അതൊരു എന്താണ് വേറൊരു ആചാരം. അപ്പോൾ ആ സമയത്ത് പാടുന്ന പാട്ട്. പിന്നെ ജോനാർക്ക്, ഈ സദ്യയൊക്കെ ചെയ്യുന്ന, അതായത് സദ്യ നടത്തുന്ന ആ സമയത്ത് പാടുന്ന പാട്ട്. പിന്നെ സംബന്ധിയോം കെലിയെ, അവരുടെ റിലേറ്റീവ്സിനെയൊക്കെ അവർക്ക് വേണ്ടിയിട്ട് അവരെ ഇങ്ങനെ വഴക്ക്, അതായത് സ്നേഹത്തോടെ വഴക്ക് പറയുന്നതായിട്ടുള്ള ഒരു ആചാരം. അപ്പോൾ ആ സമയത്ത് പാടുന്ന പാട്ട്. പിന്നെ ജനന സമയത്ത്. പിന്നെ ആദി സഭി അവസരവും ഈ എല്ലാ അവസരങ്ങളിലും വെവ്വേറെ പാട്ടുകളാണ് സ്ത്രീകൾ പാടാറുള്ളത്. इन अवसरों पर कुछ आज से ही नहीं, बड़े प्राचीन काल से वे गाती रही हैं. ഈടെ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ഇത്, വളരെ പണ്ട് തന്നെ തൊട്ട് സ്ത്രീകൾ പാടുന്ന പാട്ടുകളാണ്, അത് സ്ത്രീകൾ പാടാറുണ്ട്. महाकवि कालिदास आदि ने भी अपने ग्रंथों में उनके गीतों का हवाला दिया है. അപ്പോൾ ഈ പാട്ടുകളെ പറ്റിയൊക്കെ അദ്ദേഹം മഹാകവി കാളിദാസ് തൻ്റെ ഗ്രന്ഥങ്ങളിൽ എന്താണ് ഹവാല, അതായത് സിക്ർ കർണ, അതായത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. सोहर बाणी सेहरा आदि उनके अनंत गानों में से कुछ हैं. അപ്പോൾ ഈ സ്ത്രീകൾ ഇങ്ങനെ രചിച്ചു കൊണ്ടിരിക്കുന്ന ആ പാട്ടുകൾ, അതായത് അതിൻ്റെ എന്താണ്, അത് എൻഡ്ലെസ് ആണ്. അതുപോലത്തെ അതായത് സോഹർ, ബാണി, സെഹറ, ഇതൊക്കെ എന്താണ് അങ്ങനെ രചിച്ചിരിക്കുന്ന പാട്ടുകളാണ്. ഓരോ അവസരങ്ങളിലുമായിട്ട്, അതായത് ജനന സമയത്തും ഒക്കെ പാടുന്നതാണ് സോഹർ എന്നത്. അപ്പോൾ അങ്ങനെ ഓരോ അവസരങ്ങളിലും ഓരോ ആചാരങ്ങളിലും പാടുന്ന പാട്ടുകൾ അങ്ങനെ സ്ത്രീകൾ കുറേ രചിച്ചിട്ടുണ്ട്. വൈസെ तो 12 മാസേ പുരുഷോं के साथ नारियां भी गाती हैं. 12 മാസേ എന്ന ഒരു എന്താണ് പാട്ട്, 12 മാസം, അതായത് 12 മാസങ്ങളിലും ഉള്ള എന്താണ് പ്രകൃതിയുടെ കാര്യങ്ങളുമൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പാട്ട്. അപ്പോൾ ആ പാട്ടും പാടുന്നത് പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ചായിരിക്കും. പുരുഷോं के साथ नारियां भी गाती हैं, രണ്ടുപേരും ഒരുമിച്ചായിരിക്കും 12 മാസേ പാടുന്നത്. അതിൽ നായികന്മാരൊക്കെ ആയിട്ടാണ് അത് അഭിനയിച്ച് പാടാറുള്ളത് 12 മാസയിൽ.
एक विशेष बात यह है कि नारियों के गाने साधारणतः अकेले नहीं गाए जाते, दल बांध कर गाए जाते हैं. അപ്പോൾ ഏക് വിശേഷ് ബാത്ത്, ഒരു വിശേഷപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ സാധാരണ ഒറ്റയ്ക്ക് പാടാറില്ല. നാരിയോം കെ ഗാനെ സാധാരണത അക്കേലെ നഹി ഗായെ ജാത്തെ, ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് പാടാറില്ല. അതിങ്ങനെ ഗ്രൂപ്പായിട്ട് ദൽ ബാന്ധ് കർ ഇങ്ങനെ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടാണ് അത് പാടാറുള്ളത്. അനേക് കണ്ഠ് ഏക് സാത്ത് ഫൂटते हैं, यद्यपि अधिकतर उनमें मेल नहीं होता, फिर भी त्योहारों और शुभ अवसरों पर वे बहुत ही भले लगते हैं. അപ്പോൾ ഇത് പറയുകയാണ്, അത് ഉൻകെ അനേക് കണ്ഠ്, അതായത് എല്ലാവരും ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പാടുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പാടുന്ന കാര്യമാണ് അനേക് കണ്ഠ് എന്ന് പറയുന്ന, കഴുത്ത്. അതായത് ഓരോരുത്തരുടെ എന്താണ് സൗണ്ട് അല്ലേ. അനേക് കണ്ഠ് ഏക് സാത്ത് ഫൂട്ടെ, ഫൂട്ട്ന എന്ന് പറഞ്ഞാൽ ഒച്ചത്തിൽ പാടുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് പാടുമ്പോൾ ഏക് സാത്ത് ഫൂട്ടെ ഹേ യദ്യപി അധിക്തർ ഉന്മേ മേൽ നഹി ഹോത്ത. അപ്പോൾ അതിൽ എന്താണ് എല്ലാവരുടെയും ശബ്ദം ഒരുപോലെ വരണം എന്നില്ല. फिर भी त्योहारों और शुभ अवसरों पर वे बहुत ही भले लगते हैं. പക്ഷേ എല്ലാവരും കൂടെ ഒരുമിച്ച് പാടുമ്പോൾ അത് വളരെയധികം ഭംഗി തോന്നിക്കുന്നു, വളരെയധികം രസമുണ്ടാവും അത് കേൾക്കാനായിട്ട്. गाँवों और नगरों में गायिकाएँ भी होती हैं जो विवाह, जन्म आदि के अवसरों पर गाने के लिए बुला ली जाती हैं. അപ്പോൾ ഈ എന്താണ് ഓരോ അവസരങ്ങളിൽ ഈ വിവാഹവും പിന്നെ ജന്മദിനവും ഒക്കെ വരുമ്പോൾ ഈ അവസരങ്ങളിലൊക്കെ പാടാനായിട്ട് ഈ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമൊക്കെ ആയിട്ട് ഈ ഗായകന്മാരെയും വെക്കാറുണ്ട്. അതായത് गायिकाएँ भी होती हैं जो विवाह, जन्म आदि के अवसरों पर गाने के लिए बुला ली जाती हैं. അങ്ങനെ അവർ വിളിക്കപ്പെടാറുണ്ട് ഓരോ അവസരങ്ങളിലും. സഭി ഋതുവോ മേ സ്ത്രീയാ ഉല്ലസിത് ഹോക്കർ ദൽ ബാന്ധ് കർ ഗാത്തി ഹൈ. അപ്പോൾ ഓരോ ഋതുക്കൾ മാറുമ്പോഴും ഓരോ ഋതുക്കളിലും ഈ സ്ത്രീകളിങ്ങനെ ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് കൂടി ഓരോ ഋതുക്കളിലും ഇങ്ങനെ പാടാറുണ്ട്. അതും ഉല്ലസിത് ഹോക്കർ, നല്ല ഉത്സാഹത്തോടെ സന്തോഷത്തോടെ എല്ലാവരും ഒരുമിച്ച് കൂടി ദൽ ബാന്ധ് കർ ഗാത്തി ഹൈ, ഗ്രൂപ്പായിട്ട് എല്ലാവരും പാടാറുണ്ട്. पर होली, बरसात की कजरी आदि तो उनकी अपनी चीज़ है जो सुनते ही बनती है. पर होली, ബർസാത്ത് കി കജരി ആദി തോ ഉൻകി അപ്നി ചീസ് ഹെ, അവരുടേതായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള പാട്ടുകളാണ് ഈ ഹോലിയുടെ സമയത്തും ബർസാത്ത് കി കജരി എന്നൊക്കെ ഉള്ള പാട്ടുകൾ. ആ സമയത്ത് അവർ പാടുന്ന ആ പാട്ടുകൾ ജോ സുൻതേ ഹി ബന്തി, അത് കേൾക്കേണ്ടത് തന്നെയാണ് എന്നാണ് പറയുന്നത്. ജോ സുൻതേ ഹി ബന്തി, അത് കേൾക്കേണ്ട പാട്ടാണ്, അതായത് കേൾക്കേണ്ടത് തന്നെയാണ് ഈ ഹോലിയും പിന്നെ ബർസാത്ത് കി കജരി എന്ന ആ പാട്ടുകൾ. पूरब की बोलियों में अधिकतर मैथिल कोकिल विद्यापति के गीत गाए जाते हैं. അപ്പോൾ പൂരബ് കി ബോലിയും, അതായത് പൂർവ്വദിശയിൽ, ദേശത്തിൻ്റെ രാജ്യത്തിൻ്റെ പൂർവ്വദിശകളിൽ, അതായത് ഇപ്പോൾ ബീഹാർ എന്ന് തന്നെ പറയാം. അപ്പം മൈഥിലി ഭാഷയിലാണ് കൂടുതലും അത് പാടാറുള്ളത്. അതായത് മൈഥിലി ഭാഷയിൽ കോക്കിൽ വിദ്യാപതിക്ക് ഗീത് ഗായേ ജാത്തെ ഹെ, വിദ്യാപതി കവിയുടെ പാട്ടുകളാണ് സാധാരണയായിട്ട് പാടാറുള്ളത്. അപ്പോൾ पर सारे देश के, अदायद कश्मीर से कन्याकुमारी केरल तक और कठियावाड़ गुजरात राजस्थान से उड़ीसा आंध्रा तक अपने अपने വിദ്യാപതി हैं. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും രാജ്യത്തിൻ്റെ ഓരോ സ്റ്റേറ്റ്സിലും, അതായത് കാശ്മീരിൽ നിന്നും കന്യാകുമാരി കേരളം വരെ നോക്കുകയാണെങ്കിൽ പോലും, പിന്നെന്താണ് കഠിയാവാഡ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്ന സ്ഥലങ്ങളിൽ നിന്നും ഒഡീസ, ആന്ധ്ര വരെ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും അവരവരുടേതായിട്ടുള്ള വിദ്യാപതികളുണ്ട്, അതായത് അവരവരുടേതായിട്ടുള്ള കവികളുണ്ട്. അതാത് സ്റ്റേറ്റ്സിൻ്റെ അവരുടെ ആ ഭാഷയിൽ തന്നെ എഴുതുന്ന കവികളുമുണ്ട് അല്ലെ, വിദ്യാപതി. അതാത് ദേശത്തിന് അതാത് വിദ്യാപതികൾ ഉണ്ട്, അതായത് ദേശത്തിന് അതാത് കവികളുണ്ട് എന്നാണ് പറയുന്നത്. സ്ത്രീയാം ഢോലക് കി മദദ് സെ ഗാത്തി ഹൈ, സ്ത്രീകളാണെങ്കിലോ ഢോലക് ഉപയോഗിച്ചിട്ടാണ് പാട്ട് പാടാറ്. കൂടുതലും അധിക്തർ ഉൻകെ ഗാനെ കെ സാത്ത് നാച്ച് കാ ഭി പുട്ട് ഹോത്താ ഹൈ. അപ്പോൾ കൂടുതലും അവരുടെ പാട്ടുകളുടെ കൂടെ തന്നെ നൃത്തവും അവർ ഉൾപ്പെടുത്താറുണ്ട്, നൃത്തവും അതിനെ ഭംഗി കൂട്ടുന്നു. പിന്നെ ഗുജറാത്ത് കാ എക് പ്രകാർ കാ ദലീയ ഗായൻ ഗർബ ഹൈ ജിസെ വിശേഷ് വിധി സെ ഘേരെ മേ ഘൂം ഘൂം കർ ഓർത്തെ ഗാത്തി ഹൈ. അപ്പോൾ ഗർബ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഗുജറാത്തിലേതാണ്. അവിടുത്തെ ദലീയ ഗാന,
ഗർഭ. അപ്പോൾ അവിടെ വിശേഷ് വിധി സെ ഒരു പുതിയ രീതിയിൽ വിവിധ എന്താണ് വിശേഷമായിട്ടുള്ള രീതിയിലാണ് അതുള്ളത്. അതായത് എങ്ങനെയാണ് ഇങ്ങനെ റൗണ്ടായിട്ട് നിന്നിട്ട് ഇങ്ങനെ ഘൂം ഘൂം കർ ഇങ്ങനെ റൗണ്ട് എടുത്ത് ഇങ്ങനെ കൈകൾ കൊട്ടിക്കൊണ്ടാണ് ആ ഗർഭ കളിക്കാറ്. അവർ പാട്ട് പാടിക്കൊണ്ട് കളിക്കും. അപ്പോൾ സാഥി ലടുക്കിയാ ഭി ബജാത്തി ജാത്തി ഹെ ജോ ബാജെ കാ കാം കർത്തി ഹെ. അപ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ എന്ന പോലെയാണ് എല്ലാവരും കൈകൾ കൊട്ടിക്കൊണ്ട് ഇങ്ങനെ നൃത്തം ആടിക്കൊണ്ടിരിക്കും. നൃത്തം ആടിക്കൊണ്ട് പാട്ടും പാടിയിട്ട് നൃത്തം ആടും. ഇസ്മേ നാച്ച് ഗാൻ സാത്ത് ചലത്തെ. അപ്പോൾ പാട്ടും പാടലും പിന്നെന്താണ് നൃത്തവും രണ്ടും ഒരുമിച്ചാണ് ഇതിൽ ഗർഭയിൽ. വസ്തുതः യഹ് നാച്ച് ഹി ഹെ. ഇതൊരു നൃത്തം എന്ന് തന്നെ പറയാം. സഭി പ്രാന്തോ മേ യഹ് ലോകപ്രിയ ഹോ ചലാ ഹെ. എല്ലാ ഏരിയകളിലും അല്ലേ കൂടുതലും ഇതിപ്പോൾ ജനപ്രീതി ആർജിച്ചതാണ് ഗർഭ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. इसी प्रकार होली के अवसर पर ब्रज में रसिया चलता है जिसे दल के दल लोग गाते हैं, स्त्रियां विशेष तौर पर. അപ്പോൾ എങ്ങനെയാണോ ഗർഭ ലോകപ്രിയ ആയത്, അതായത് ജനപ്രീതി ആർജിച്ചത്, അതുപോലെ ഹോലി എന്ന ഉത്സവത്തിൻ്റെ അവസരങ്ങളിൽ ബ്രജദേശത്ത് എങ്ങനെയാണ് റസിയ ചൽത്ത ഹെ. റസിയ എന്ന ഫോക്ക് സോങ് അല്ലേ, റസിയ ചൽത്ത ഹെ ജിസെ ദൽ കെ ദൽ ലോഗ് ഗാത്തെ ഹെ സ്ത്രീയാ വിശേഷ് തൗർ പർ. അങ്ങനെ ഗ്രൂപ്പായിട്ടാണ് സ്ത്രീകൾ ഇതിനെ പാടാറ്. റസിയ എന്ന പാട്ട് പാടാറ്. ഇങ്ങനെ ഗ്രൂപ്പായിട്ടാണ് സ്ത്രീകൾ പാടാറ്. ഗാവ് കെ ഗീതോ കെ വാസ്തവ് മേ അനന്ത് പ്രകാർ ഹെ. അതായത് ഗ്രാമപ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് ഈ ഫോക്ക് സോങ്സ്, അതായത് ഈ നാടോടി പാട്ടുകൾ ഞങ്ങൾക്ക് എന്താണ് കൗണ്ട്ലെസ്, അതായത് എണ്ണാൻ പറ്റാത്തത്രയും ലഭിക്കും. ജീവൻ വഹാ ഇട്ലാ ഇട്ലാക്കർ ലഹരാത്ത ഹെ വഹാ ഭല ആനന്ദ് കെ സ്രോതോं की कमी हो सकती है. അപ്പോൾ ജീവൻ ജഹാ ഇട്ലാക്കർ ലഹരാത്ത ഹെ. അവിടെ ജീവിതത്തിൽ എന്താണ് ആരും ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞൊന്നും ജീവിക്കുന്നില്ല. നല്ല എന്താണ് എല്ലാവരും ഒരുമിച്ച് കൂടി എല്ലാവരും സന്തോഷത്തോടെയാണ് അവിടെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ജീവൻ ലഹരാത്ത ഹെ ഓർ വഹാ ഭല ആനന്ദ് കെ സ്രോതോं की कमी हो सकती है. അങ്ങനെയുള്ള സ്ഥലത്ത് സന്തോഷത്തിൻ്റെ ഉറവിടം ഇല്ലാതാകുമോ, അതായത് അവിടെ എപ്പോഴും എല്ലാവരും സന്തോഷത്തിലായിരിക്കും. അവിടെ സന്തോഷത്തിൻ്റെ ഉറവിടം തീർച്ചയായിട്ടും ലഭിക്കും. ഉദ്ധാം ജീവൻ കെ ഹി വഹാ കെ അനന്ത് സംഖ്യക് ഗാനെ പ്രതീക് ഹെ. ഇപ്പോൾ ഉദ്ധാം ആ വിശാലമായിട്ടുള്ള മനസ്കരായിട്ടുള്ള ആളുകളാണ് ആ ഗ്രാമപ്രദേശങ്ങളിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ആ ജീവിതം ഉദ്ധാം ജീവൻ, അതായത് വിശാലമായിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള ജീവിതമാണ് അവിടെ ഉള്ളത്. വിശാലമായിട്ടുള്ള ആ ജീവിതത്തിൽ എന്താണ് കേഹി വഹാകെ അനന്ത് സംഖ്യ ഗാനെ പ്രതീക്. അവിടെയുള്ള ആ എന്താണ് കൗണ്ട്ലെസ് ആയിട്ടുള്ള ആ പാട്ടുകൾ തന്നെ അതിനൊരു ഉദാഹരണമാണ്. ആ വിശാലമായിട്ടുള്ള ആ ജീവിതത്തിന്, ആ സമ്പൂർണ്ണ ജീവിതത്തിനുള്ള ഒരു ഉദാഹരണമാണ് ഈ എന്താണ് എണ്ണാൻ പറ്റാത്തത്ര നാടോടി പാട്ടുകൾ. ലോച്ച് എന്ന് പറഞ്ഞാൽ ലച്ചീലാപ്പൺ, ഇലാസ്റ്റികത, അതായത് അതിൻ്റെ ഏത് രീതിയിലും അത് മാറാനുള്ള കഴിവ്, വഴക്കം. झांझ എന്ന് പറഞ്ഞാൽ एक वाद्य यंत्र जो कांसे की दो तश्तरियों से बना होता है. മെറ്റൽ കൊണ്ടുണ്ടാക്കിയ കൈത്താളങ്ങൾ കൊട്ടുമ്പോൾ ശബ്ദമുണ്ടാകും. അപ്പോൾ കർത്താൽ, താലിയാം, അതും കൈത്താളങ്ങൾ തന്നെയാണ് മരം കൊണ്ടുണ്ടാക്കിയത്, കൈകളിൽ പിടിച്ച് വായിക്കുന്ന വാദ്യോപകരണം, അതായത് രാജസ്ഥാൻ ഏരിയയിലൊക്കെ കാണാം. ഹേയ് എന്ന് പറഞ്ഞാൽ ഹീൻ, അതായത് തുച്ഛമായിട്ടുള്ളത്. നിർദ്വന്ദ് എന്ന് പറഞ്ഞാൽ ബിനാ കിസി ദുവിധാക്കി, ഒരു കഷ്ടവുമില്ലാതെ ഒരു വിഘ്നവുമില്ലാതെ. മർമുക്കോ ചൂന പ്രഭാവിത് കർണ, നല്ല എഫക്റ്റീവ് ആയത്. ആഹ്ലാദ്കർ പ്രസന്ന കർണേ വാല, ആഹ്ലാദം നൽകുന്നത്, സന്തോഷം നൽകുന്നത്. സിറജ്തി ബനാത്തി, അതായത് രചിക്കുന്നത്. പുട്ട് അംശ്, ഒരു അംശം, അതിൻ്റെ നൃത്തത്തിൻ്റെ അംശവും ഉണ്ടാകും എന്നത് ഗർഭയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പുട്ട് അംശ്. ഉദ്ധാം എന്ന് പറഞ്ഞാൽ നിരങ്കുശ്, സമ്പൂർണ്ണം, അല്ലെങ്കിൽ എന്താണ് ഒരു എന്താണ് ഓപ്പൺ ആയിട്ടുള്ള ലൈഫ്, അതാണ് ഉദ്ധാം ജീവൻ. അവിടെ ഉദ്ധാം. ലോക് ഗീത് ഒരു എസ്സെയാണ്, അതായത് ഒരു ഉപന്യാസമാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഭഗവത് ചരൺ ഉപാധ്യായാണ്. അദ്ദേഹം ഇതിൽ ലോക് ഗീത്, അതായത് ഫോക്ക് സോങ്സിനെ പറ്റി, അതിൻ്റെ ഉത്ഭവത്തെ പറ്റിയും അതിൻ്റെ വികാസത്തെ പറ്റിയും അതിൻ്റെ മഹത്വത്തെ പറ്റിയും ഒക്കെയാണ് അദ്ദേഹം ഇതിൽ എഴുതിയിരിക്കുന്നത്. ഈ നാടോടി പാട്ടുകൾ ജനങ്ങൾക്ക് വേണ്ടി തന്നെ എഴുതുന്ന പാട്ടുകളാണ് എന്ന് പറയാം. ഇത് മെയിനായിട്ട് ഉത്സവങ്ങളിലും പിന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളിലുമൊക്കെ ആണ് സാധാരണയായിട്ട് ജനങ്ങൾ പാടാറുള്ളത്. ഈ ലോക്ക് ഗീത്, അതായത് ഫോക്ക് സോങ്സ് ആക്ച്വലി ശാസ്ത്രീയ സംഗീതത്തെ പോലെ അല്ല, അതായത് അതിന് പ്രാക്ടീസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം ഇത് ജനങ്ങളുടെ ഭാഷയിൽ അവരുടെ എന്താണ് ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അവരെ പാട്ടിൻ്റെ രൂപത്തിൽ, അതായത് അവരുടെ തന്നെ ഭാഷയിൽ എഴുതുന്നതാണ് ഈ ഫോക്ക് സോങ്സ്.
അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ ആ ഉണർവും ജനപ്രീതിയും ഒക്കെ ശാസ്ത്രീയ സംഗീതത്തിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിരിക്കുമെന്നാണ് ലേഖകൻ പറയുന്നത്. ഇനി ഇതിൽ സാധാരണയായിട്ട് വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യം വരുന്നില്ല എങ്കിലും ഉപയോഗിക്കുന്ന സാധാരണ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഢോലക്, പിന്നെ ഝാഞ്ച്, കർത്താൽ, ബാൻസുരി, ഇത്രയും വാദ്യോപകരണങ്ങൾ. അതായത് ഝാഞ്ച് കൈത്താളങ്ങൾ, പിന്നെ കർത്താലും രാജസ്ഥാനിലെ കൈത്താളങ്ങളാണ്, ബാൻസുരി ഓടക്കുഴൽ, പിന്നെ ഢോലക് ഒരു തരത്തിലുള്ള ഡ്രം. അപ്പോൾ ഇതൊക്കെയാണ് ഉപയോഗിച്ച് ലോക് ഗീത് ഫോക്ക് സോങ്സ് സാധാരണയായിട്ട് പാടാറുള്ളത്. പിന്നീട് ലേഖകൻ ഞങ്ങളുടെ രാജ്യത്തിലെ തന്നെ ഒരു ഫോക്ക് സോങ്സ്, അതായത് നാടോടി പാട്ടുകളെ പറ്റിയാണ് വിവരിക്കുന്നത്. അതായത് ആദിവാസി ഗീത്, പഹാഡി ഗീത്, ദേഹാത്തി ഗീത്, പിന്നെ ബംഗാളി ഗീത്, പഞ്ചാബി ഗീത്, രാജസ്ഥാനി ഗീത്, ഗുജറാത്തി ഗീത്, ബ്രജ് പ്രദേശ് കി ഗീത്, ഭോജ്പുരി ഗീത്, ബുന്ദേൽഖണ്ഡി ഗീത്, ഇങ്ങനെയൊക്കെ എല്ലാ ഓരോ പ്രദേശങ്ങളിലെയും നാടോടി പാട്ടുകളെ പറ്റി അദ്ദേഹം വിവരിച്ച് പറയുന്നുണ്ട് ഈ ഉപന്യാസത്തിൽ. അതിൽ ആദിവാസി കെ ഗീത്, അതായത് ആദിവാസിയോം കാ സംഗീത്, അത് വളരെയധികം ഓജസ്വി, നല്ല ഉത്സാഹം നൽകുന്നതും പിന്നെന്താണ് ജീവൻ നൽകുന്നതുമായിട്ടുള്ള, അത് എനർജറ്റിക് ആയിട്ടുള്ള പാട്ടുകളാണ് അവരുടേത്. അതായത് മധ്യപ്രദേശിലും ദക്കൻ, ഛോട്ടാ നാഗ്പൂർ, പിന്നെ ഗോഡ്ഖാണ്ട്, ഓർവാ മുണ്ട, ഭീൽ സന്താൽ, ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഈ ആദിവാസി സംഗീതം ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഇവരുടെ ഈ സംഗീതത്തിൽ നൃത്യവും ഉണ്ടാവും. അതായത് നൃത്തം ചുവടുകൾ വെച്ചിട്ടാണ് ഈ പാട്ട് അവർ പാടാറ്. അതായത് 20-30 ആളുകൾ ഒരു വശത്ത് പുരുഷന്മാരും ഒരു വശത്ത് ഗ്രൂപ്പായിട്ട് സ്ത്രീകളും നിൽക്കും. എന്നിട്ട് തമ്മിൽ അവർ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള പാട്ടുകളാണിത്. അപ്പോൾ നൃത്തച്ചുവടുകളൂടെ പാടുന്ന പാട്ടാണ് ആദിവാസി സംഗീത്. പിന്നെ പഹാഡി ഗീത്, അതായത് പഹാഡി മലയോര പ്രദേശങ്ങളിലെ പാട്ടുകളാണ്. അത് ഓരോ ക്ഷേത്രങ്ങളിലും ആ പഹാഡി ഏരിയയിലുള്ള ഓരോ സ്ഥലങ്ങളിലെയും അവരുടേതായിട്ടുള്ള ആ വിധിപ്രകാരമാണ് ആ പാട്ടുള്ളത്. അതായത് പഹാഡി ഗീത്തിൽ മെയിനായിട്ടുള്ളത് ഗഡ്വാൽ, കിന്നോർ, കങ്കട ആദി അപ്നെ ഗീത, ഇതൊക്കെയാണ് മെയിൻ പാട്ടുകൾ, പഹാഡി ഏരിയയിലുള്ള പാട്ടുകൾ. ചൈത്ത, കജ്രി, പിന്നെ ബാരഹ്മാസ, സാവൻ, ഇതൊക്കെ മിർസാപൂർ, ബനാറസ്, പിന്നെ ഉത്തർപ്രദേശിലെ പൂർവ്വ ദിശകളിലുള്ള ജില്ലകളിലും പിന്നെ ബീഹാറിലെ പടിഞ്ഞാറൻ ജില്ലകളിലുമാണ് ഈ പാട്ടുകൾ ലോക്ഗീത് പാടാറുള്ളത്. ബംഗാളിലെ ബാവുൽ ഓർ ഭത്യാലി, പഞ്ചാബിൽ മാഹിയ, പിന്നെ ഹീറാഞ്ച, സോനി മഹിവാൽ. അപ്പോൾ അവരുടെ സ്നേഹ ഗാഥകൾ അതാണ് പാട്ടിലൂടെ, അതായത് ലോക്ഗീതായിട്ട് അവർ പാടുന്നത്. പിന്നെ രാജസ്ഥാനിലെ ഢോല മാരു, ഇതൊക്കെയാണ് അവർ വളരെ ഉത്സാഹത്തോടെ ആ ഏരിയയിൽ പാടുന്ന ലോക്ഗീത്. സാധാരണയായി ഈ ലോക്ഗീത്തിൽ ഉപയോഗിക്കുന്ന രാഗം പീലു, സാരംഗ്, ദുർഗ, സാവൻ, ഇതൊക്കെയാണ്. അപ്പോൾ സാധാരണ ദേഹാത്ത്, അതായത് നാട്ടിൻപുറങ്ങളിൽ കെഹരവ, ബിർഹ, ധോബിയ, ഈ രാഗത്തിലും പാടാറുണ്ട്. ഭോജ്പുരിയിലെ നാടോടിപ്പാട്ട് ബിദേശിയാണ്. അത് സമൂഹത്തോട്, അതായത് ഒരു ഗ്രൂപ്പായിട്ടാണ് അവർ ഗ്രാമങ്ങളിൽ ഇങ്ങനെ കറങ്ങി നടന്ന് പാടുന്നത്. അപ്പോൾ അതുപോലെ ബീഹാറിലും ഇത് തന്നെയാണ്, അതായത് ബിദേശിയ തന്നെയാണ് ജനപ്രീതി ആർജിച്ച ഒരു നാടോടിപ്പാട്ട്. ഈ ബിദേശിയ എന്ന ലോക്ഗീതത്തിലെ വിഷയം ഒരു പ്രേമി, വിദേശത്ത് പോയിരിക്കുന്ന പ്രേമിയെ പറ്റി ഓർത്ത് ഉള്ള ദുഃഖം, അതായത് വിരഹ ദുഃഖത്തെ പറ്റിയൊക്കെയാണ് ഈ പാട്ടിൻ്റെ വിഷയം തന്നെ വിരഹ ദുഃഖമായിരുന്നു. അതായത് കരുണ ഓർ വിരഹ കാ രസ് ബരസ്താ ഹൈ ഇസ് ലോക്ഗീത് മേ. പിന്നെ ഈ കാട്ടിൽ താമസിക്കുന്ന ജാതി, അതായത് ആദിവാസികളുടെയൊക്കെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് അവർ പാടുന്ന ലോക്ഗീതാണ് ബിരഹ ആണ് അവർ പാടുന്ന നാടോടി പാട്ട്. ബിരഹയിലാണ് അവർ പാടാറ്. പിന്നീട് ലേഖകൻ ബുന്ദേൽഖണ്ഡിലെ ആൽഹയെ പറ്റിയാണ് പറയുന്നത്. ആൽഹ കെ ഗീത്, അതായത് ആൽഹ എന്ന ലോക്ഗീത്തിനെ പറ്റിയാണ്. അവിടെ ഇതിൻ്റെ ഉത്ഭവം, അതായത് ആൽഹ എന്ന ലോക്ഗീത്തിൻ്റെ ഉത്ഭവം ചന്ദേൽ രാജാക്കന്മാരുടെ രാജകവി ജാഗ്നിക് വഴിയാണ് ഇത് ഉണ്ടായത് എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹം രചിച്ച ഒരു മഹാകാവ്യമുണ്ടായിരുന്നു. അത് ആൽഹ ഉദൽ എന്ന സഹോദരന്മാരുടെ വീരകൃത്യങ്ങളെ പറ്റിയുള്ളതായിരുന്നു. അപ്പോൾ ഈ ജാഗ്നിക് എന്ന മഹാകവിയുടെ മഹാകാവ്യത്തിലെ വിഷയം, അതായത് വീരകൃത്യങ്ങൾ, ആൽഹ ഉദൽ എന്ന 2 സഹോദരങ്ങളുടെ ആ വീരകൃത്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ, ആ വിഷയമാണ് ഈ പാട്ടിൽ ആൽഹ എന്ന ലോക്ഗീത്തിൽ പാടുന്നത്. വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് ആ വീരകൃത്യങ്ങളാണ്.
ഈ പാട്ട് ഈ നട്ട് റസ്സി ചെയ്യുന്നവർ അവർ പാടാറുണ്ട് ഈ പാട്ട്. അത് ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു വശത്ത് നിന്നും മറ്റൊരു വശത്തേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ, ഒരു വടിയും പിടിച്ച് നീങ്ങുമ്പോഴുള്ളത് അതൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് ഈ പാട്ട് അവർ പാടാറുണ്ട്. ഇത് എന്താണ്, പദ്യവും ഗദ്യവും രൂപത്തിലാണ്, അതായത് ഗദ്യ പദ്യാത്മക് ഹോത്തെ ഹൈ ഈ ഗീത്. വിശേഷപ്പെട്ട അവസരങ്ങൾ, അതായത് വിവാഹവും പിന്നെ കുട്ടി ജനിക്കുന്നതും പിന്നെ ഋതുക്കൾ മാറുന്ന അവസരങ്ങളിലുമൊക്കെ സ്ത്രീകൾ ഈ ലോക്ഗീത് അതായത് നാടോടി പാട്ടുകൾ പാടാറുണ്ട്. പിന്നെ ഹോളിയുടെ അവസരങ്ങൾ, ഹോളി എന്ന ഉത്സവത്തിൻ്റെ അവസരങ്ങളിൽ ഹോളിയും പിന്നെ ബർസാത് കി കജ്രിയും സ്ത്രീകൾ പാടാറുണ്ട്. പിന്നെ ഗുജറാത്തിൽ ഗർബ എന്ന എന്താണ് നാടോടി പാട്ട്, എന്താണ് ദേഹാത്തി ഗാനാണ്. അതിൻ്റെ കൂടെ തന്നെ നൃത്തച്ചുവടുകളും ഉണ്ടാവും. അതായത് ഒരു നൃത്തം എന്ന് തന്നെ പറയാം ഈ ഗർബ. അതായത് സ്ത്രീകളെല്ലാവരും ഇങ്ങനെ കൂടി ഇങ്ങനെ ചുറ്റും റൗണ്ടായിട്ട് കൂടി നിന്ന് കൈകൾ കൊട്ടിക്കൊണ്ടുള്ള, അതായത് ഓരോ ചുവടുകളും വെച്ചുകൊണ്ട് പാടുന്ന പാട്ടാണ് ഗർബ. പിന്നെ റസിയ, ബ്രജപ്രദേശങ്ങളിൽ പാടുന്നതാണ് ഈ പാട്ട്, ലോക്ഗീതാണ് റസിയ എന്ന ലോക്ഗീത്. ഈ ലോക്ഗീത് എന്ന് പറയുന്ന ഫോക്ക് സോങ്സ് കൂടുതലും ഗ്രാമപ്രദേശങ്ങളിലും പിന്നെ നാട്ടിൻപുറങ്ങളിലുമൊക്കെയാണ് ഞങ്ങൾക്ക് കാണപ്പെടുന്നത്. അത് കൂടുതലായിട്ട് പ്രചരിച്ചിരിക്കുന്നത് നാട്ടിൻപുറങ്ങളിലും ഗ്രാമത്തിലുമൊക്കെയാണ്. കാരണം ഗ്രാമങ്ങളിലെ തന്നെ സ്ത്രീകളും പുരുഷന്മാരും, കൂടുതലും സ്ത്രീകളായിരിക്കും ഇത് രചിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അവർ രചിക്കുന്ന, അതായത് അവരുടെ തന്നെ ഭാഷയിൽ, അതുകൊണ്ടാണ് അത് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനുമൊക്കെ എല്ലാവർക്കും വേഗത്തിൽ സാധിക്കുന്നത്. എന്താണ് പ്രാക്ടീസോ അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരുടെ മനസ്സിൽ വരുന്ന വിഷയം, അതായത് അവർ പറയാൻ ആഗ്രഹിക്കുന്ന ആ വിഷയത്തെ പാട്ടിൻ്റെ രൂപത്തിൽ എഴുതുന്നതാണ് ഈ ലോക്ഗീത് എന്നത്. അപ്പോൾ കൂടുതലും ഇത് ഗ്രാമപ്രദേശങ്ങളിലും പിന്നെ നാട്ടിൻപുറങ്ങളിലുമൊക്കെയാണ് ഈ ലോക്ഗീത് രചിക്കപ്പെടുന്നത്. ഈ ലോക്ഗീത്തിൽ സങ്കല്പത്തിൻ്റെ ആവശ്യങ്ങൾ ഒന്നുമില്ല, അതായത് ഫാൻറ്റസീസിൻ്റെ ആവശ്യം വരുന്നില്ല. അവരുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ വിഷയമായിട്ടെടുത്ത് അത് ഹൃദയസ്പർശിയായ രീതിയിൽ അവരവരുടെ ഭാഷയിൽ തന്നെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ നാടോടി പാട്ടുകൾ രചിക്കപ്പെടുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. കീപ് റീഡിംഗ്, കീപ് ലേണിംഗ്. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.